So, okay. Sorry, sir. Can we start now? Yes, sir. Yes, sir. Yeah. So, Okay. dear participants, welcome. Good evening to one and all. So, on this occasion of World AIDS Day, we have Savita Shenoy with us to talk on the topic global solidarity and shared responsibility. And I would like to invite Advocate Anna John for the welcome speech. Thank you, Siddharth. A very good afternoon to one and all gathered here. Today is December 1, and we observe this day as the World AIDS Day. Let me take this opportunity to welcome each one of you to this webinar. I warmly welcome our manager, respected Ajimon Sir, for his immense support he and his management renders towards the activities of the college. The essence of great leadership is influence and not authority. With this note, next I would like to welcome our principal, respected Professor Dr. Raghunathan Sir, to this webinar. Welcome you, sir. Next, I would like to welcome our Vice Principal, Sindhu ma'am, who is very vigilant in conducting these webinars. Welcome you, ma'am, to this webinar. Now, I would like to introduce today's speaker, Ms. Savita Shenoy, who is the Project Officer, Technical Support Unit, Kerala State AIDS Control Society. She is an avid speaker and activist and provides wide awareness in this subject. Welcome you, ma'am, to this webinar. Next, I would like to welcome Priyanka ma'am, Chief Coordinator, Internal Quality Assurance Cell, to the webinar. Welcome you, ma'am. Last but not the least, I welcome all my dear colleagues and students to the webinar. Welcome you all. Thank you. Thank you, ma'am. I would like to invite our Principal Dr. Raghunathan sir to share a few words. Sir, your mic is off. Okay, no problem. Okay. Good afternoon, friends. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ഡേയുടെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് വേൾഡ് എയ്ഡ്സ് ഡേ, ദാറ്റ് ഈസ് 1st December എവറി ഇയർ. നിങ്ങളെല്ലാവരും തന്നെ എയ്ഡ്സിനെ കുറിച്ച് പല പ്രാവശ്യം വർഷങ്ങളായി കേൾക്കുകയും കുറേയൊക്കെ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഐഡിയ അല്ലെങ്കിൽ നല്ലൊരു അറിവ് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അത് ശാസ്ത്രീയമായിട്ട് എങ്ങനെ ഒരു എയ്ഡ്സിനെ എന്നുള്ള അസുഖത്തെ നമ്മൾ നേരിടാം, അല്ലെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗികളോട് നമ്മൾ എങ്ങനെ ഇടപഴകുക. ഓക്കെ, ഇന്ന് നമ്മൾ ഏറ്റവും ഒരു ഭീതിയോടെ കാണുന്ന ഒരു അസുഖമാണ് നമ്മളുടെ COVID-19. പക്ഷെ എനിക്ക് തോന്നുന്ന COVID-19 മാരകവും തലമുറകളോളം ബാധിക്കുന്ന ഒരു അസുഖമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ബാധിച്ച ഒരാളിൽ നിന്ന് അയാളുടെ കുടുംബത്തിലും അതേപോലെ അയാളുടെ മക്കൾ അല്ലെങ്കിൽ അവരിലേക്ക് അത് പകരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആ ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കോവിഡിനേക്കാൾ വളരെ മാരകമായ അസുഖമാണ് എയ്ഡ്സ്. പക്ഷെ വളരെ ശ്രദ്ധയോടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ജീവിതം നയിച്ചാൽ, ഈ എയ്ഡ്സ് ഒരു അസുഖമേ അല്ല. ഒരു രീതിയിലും നമുക്ക് എയ്ഡ്സ് വരാതിരിക്കാനുള്ള ധാരാളം മെഷേഴ്സ് നമുക്ക് എടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ സവിത മാഡം, അദ്ദേഹം ഇതിന്റെ എക്സ്പേർട്ടാണ്. എക്സ്പേർട്ട് മീൻസ് കോർഡിനേറ്ററാണ്, സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. ഈ കാര്യങ്ങൾ വിശദമായി നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും, എല്ലാ ഡൗട്ട്സും, യു മസ്റ്റ് ക്ലാരിഫൈ ഓൾ യുവർ ഡൗട്ട്സ് വിത്ത് റെസ്പെക്ട് ടു എയ്ഡ്സ് ആൻഡ് അതർ കണക്റ്റഡ് ഡിസീസസ്. നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് ആയിരിക്കും. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക, ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. ആ മെസ്സേജ്, ഇതുപോലുള്ള അസുഖങ്ങൾ നമ്മുടെ ഭാവി തലമുറയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ്
നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നമുക്ക് നല്ലൊരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കാം, നല്ലൊരു ജനതയെ നമുക്ക് വാർത്തെടുക്കുകയും ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. Siddharth, can you hear me? Yes, Okay. sir. Ma'am, you can start your presentation. Thank you. ബഹുമാനപ്പെട്ട രഘുനാഥ് സാറും നമ്മുടെ ആൻ മാഡവും ഇവർ രണ്ടുപേരാണ് നമ്മുടെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ഇങ്ങനത്തെ ഒരു സെഷൻ വേണം എന്നുള്ളത് പറയും. അത് നമുക്ക് ഇന്ന് തന്നെ ഒരു 3 മണിക്ക് തുടങ്ങാം എന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പെട്ടെന്നാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുകയും വന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതിലും നിങ്ങൾ ഓരോരുത്തരായിട്ട് സംസാരിക്കാൻ പറ്റുന്നതിലും. എന്ന് വെച്ചാൽ ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് വളരെയധികം സഹായത്തിന് വരുന്ന ഒരു ഗ്രൂപ്പാണ് ലോയേഴ്സ്. അതുകൊണ്ട് അവരുടെ ഇടയിൽ തന്നെ HIV കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്രത്തോളം ക്ലിയർ ആയി പോകുന്നോ അത്രയും നല്ലതാണ് ഈ HIV ബാധിച്ച ആൾക്കാർക്ക് നമുക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാനുള്ളത്. എന്ന് വെച്ചാൽ നമ്മളൊരു HIV/AIDS നമ്മുടെ രഘുനാഥ് സാർ പറഞ്ഞ പോലെ ഒരു പുതിയൊരു വിഷയമല്ല. 81-ലാണ് അത് ആദ്യമായിട്ട് ലോകത്തില് കണ്ടുപിടിക്കുന്നത്. 86-ല് ഇന്ത്യയിൽ കണ്ടുപിടിച്ചു, 87-ല് കേരളത്തിൽ കണ്ടുപിടിച്ചു. അപ്പൊ ഒരു പക്ഷെ നിങ്ങളിൽ പലരും ജന്മം കൊള്ളുന്ന മുന്നേ തന്നെ ഈ അസുഖം ഇവിടെ ഉണ്ട്. HIV എന്ന് പറയുന്ന ഒരു അണുബാധ, AIDS എന്ന് പറയുന്ന രോഗാവസ്ഥയിൽ മാറുന്ന ഒരു സ്റ്റേജസിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. അപ്പൊ ഒരാളുടെ ശരീരത്തിലെ ഒരു അണു ആണ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂണിറ്റിക്ക് ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന വൈറസ്, അതാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പൊ ഈ വൈറസ് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇമ്മ്യൂണിറ്റി കുറയ്ക്കുമ്പോൾ വൈറസ് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യം ബലഹീനമാകും. അതിന്റെ കൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള ഇല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ വ്യാപനമായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ നമ്മളെ പിടിക്കപ്പെടുകയും നമ്മൾ അതുമൂലം നമ്മൾ മരണപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മൾ ശരിക്കും AIDS എന്ന് പറയുന്ന രോഗാവസ്ഥ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനൊരു സ്റ്റേജസ് ഇങ്ങനെയാണ്. ഒരാൾക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നു, അയാൾ കുറച്ചുനാള് ഇൻഫെക്ഷൻ പകരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നു, പിന്നെ അദ്ദേഹത്തിന് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്ന് തുടങ്ങുന്നു, പിന്നെ അദ്ദേഹം മരണപ്പെടുന്നു. ഇതാണ് അതിന്റെ ഒരു ലൈഫ് സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ അതിന് വിൻഡോ പീരിയഡ് അല്ലെങ്കിൽ ജാലകവേള എന്നാണ് പറയാ. എന്താണ് ഇതിന്റെ പ്രത്യേകത? വിൻഡോ പീരിയഡ് ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പൊ നമുക്ക് സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ കൊറോണ വൈറസ് എന്ന് പറയുന്നത്. കൊറോണയും ഒരു വൈറസ് ആണ്. അപ്പം HIV-യും ഒരു വൈറസ് ആണ്. അപ്പൊ വൈറസിനെ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിന് ചില ടൈം എടുക്കും അതിന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കുണ്ടോ ഇല്ലയോ എന്നറിയാൻ, അല്ലെ? കൊറോണ വൈറസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ലക്ഷണങ്ങൾ വന്നിട്ട് we will wait for 5-6 days. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ. അപ്പൊ അങ്ങനെ തന്നെ HIV നമ്മുടെ ശരീരത്തിൽ കയറിയാലും നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡീസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആന്റിബോഡീസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തില് HIV അണു കയറിയിട്ടുണ്ടെങ്കിൽ certain ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. ആ ആന്റിബോഡീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരാളുടെ ശരീരത്തിൽ HIV ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ HIV ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കിട്ടിയിട്ട് മിനിമം 3 months to 6 months ആണ് നമ്മൾ പറയുന്നത്. അതിനാണ് നമ്മൾ വിൻഡോ പീരിയഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ മോസ്റ്റ് റിസ്കിയസ്റ്റ് പീരിയഡ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വൈറൽ ലോഡ് ഭയങ്കര ഹൈ ആയിരിക്കും. നമുക്ക് പക്ഷെ നമ്മുടെ ശരീരത്തിൽ HIV ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയ പോലും ഇല്ല. ടെസ്റ്റ് ചെയ്താലും നമുക്ക് അറിയാൻ സാധ്യതയില്ല. അപ്പം ഒരാള്
ടെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും, അയാൾ നെഗറ്റീവ് ആണ് റിസൾട്ട് കയ്യിലുണ്ടാകുകയും ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ HIV ഉണ്ടാകുകയും അയാൾ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലും ആയിരിക്കും. അപ്പം ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ടെർമിനോളജി ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര കോമൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒന്ന് വൈറൽ ലോഡ്, അത് നമ്മൾ കൊറോണയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ വൈറൽ ലോഡ് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇൻഫെക്ഷൻ റേറ്റ്. വൈറൽ ലോഡ് കൂടുമ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻ റേറ്റ് കൂടുന്നത്. അപ്പൊ വിൻഡോ പീരിയഡിൽ ഇൻഫെക്ഷന്റെ റേറ്റ് കൂടുതലാണ്. 2, നമുക്ക് ടെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് ഈ ഒരു ആളുടെ ശരീരത്തിൽ HIV ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും വരുന്നത്. അപ്പൊ വിൻഡോ പീരിയഡ് കാലം എന്ന് പറയുന്നത് 3 months to 6 months ആണ്, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഇമ്മ്യൂണിറ്റി. അപ്പം ഇതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഏതെങ്കിലും തരത്തില് ഹൈ റിസ്ക് ബിഹേവിയർ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയാൽ വി ക്യാൻ നോട്ട് അഷ്യൂർ ഹിം ദാറ്റ് ഹി ഈസ് HIV നെഗറ്റീവ്. നമ്മൾ അപ്പൊ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഇതിന് മുന്നത്തെ ഉണ്ടായ റിസ്ക് ഏതാ ദിവസമാണ് ഉണ്ടായത്, ആ റിസ്കിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 6 മാസമായെങ്കിൽ വി ഗിവ് ഹിം എ ക്ലീൻ ചെക്ക്. അല്ലെങ്കിൽ വാട്ട് വി ഡു ഇസ് വി make him test again after 3 or 6 months. അപ്പൊ ഈ ഒരു പ്രിക്കോഷണറി മെത്തേഡ്സ് ആണ് നമ്മൾ HIV ഡിറ്റക്ഷന് വേണ്ടി എടുക്കുന്നത്. അപ്പൊ വിൻഡോ പീരിയഡ് ആണ് നമ്മുടെ ഏറ്റവും നമുക്ക് പിടി തരാത്ത ഒരു പീരിയഡ്. ഒരു തരത്തിലും നമുക്ക് പിടി കിട്ടാത്തൊരു സാഹചര്യമാണ് ഇതിൽ കുറെ ഇപ്പം റിസർച്ചേഴ്സ് മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന ആന്റിജൻ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ഇതിനെ ചെയ്യാൻ പറ്റുന്നത്. ആന്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കയറുന്ന വൈറസിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ആന്റിജൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് കോമൺ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു HIV ഫസ്റ്റ് നമ്മുടെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ടും വൈ വി ആർ നോട്ട് ഏബിൾ ടു മാനേജ്, അല്ലെങ്കിൽ വൈ വി ആർ സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് HIV എന്നുള്ളതിന്റെ ഒരു കാരണം ഇതാണ്. ഇനി നമ്മൾ HIV ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലോട്ട് പകരാനുള്ള 4 മാർഗങ്ങളേ ഉള്ളൂ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്യാൻ യു പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ 4 മാർഗങ്ങളാണ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലോട്ട് HIV പകരാനുള്ളത്. Anyone? Blood transfusion. Blood transfusion, good. By body fluids. Blood transfusion from body fluids, okay. Sharing the needles used by the HIV patients. Sharing the needles, fine. By HIV affected mother to child. Very true. From HIV infected mother to child. ഓക്കെ, അപ്പൊ ഈ 4 മാർഗങ്ങൾ നമ്മൾ കുറച്ചും കൂടെ പറയാൻ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ അസുരക്ഷിതമായിട്ടുള്ള ലൈംഗിക ബന്ധം, അതാണ് ആദ്യത്തെ പോയിന്റ്. അസുരക്ഷിതം എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ HIV ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാത്ത ആൾക്കാരോ അല്ലെങ്കിൽ കാഷ്വൽ സെക്സോ അല്ലെങ്കിൽ പെയ്ഡ് സെക്സോ, ഇതിനെല്ലാം നമ്മൾ പറയുന്നത്, ഇതിലെല്ലാം നമ്മൾ സുരക്ഷാ മാർഗങ്ങളൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ അൺസേഫ് സെക്ഷൽ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ അൺസെക്ഷൽ മെത്തേഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഷെയറിംഗ് ഓഫ് നീഡിൽസ് ആണ്. അപ്പൊ എവിടെയൊക്കെയാണ് നമുക്ക് ഷെയറിംഗ് ഓഫ് നീഡിൽസ് വരിക? നമുക്ക് ഷെയറിംഗ് ഓഫ് നീഡിൽസ് വരുന്നത് നമ്മൾ കൂടുതലും ഹോസ്പിറ്റൽ സെറ്റപ്പിലാണ്. പക്ഷെ കേരളത്തിന്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഒന്നും നമ്മൾ നീഡിൽസ് ഒരാൾക്ക് യൂസ് ചെയ്ത് മറ്റൊരാൾക്ക് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നില്ല. അവിടെ എല്ലാം നമ്മൾ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഹൈ ആണ്. അപ്പം എല്ലാവരും നമ്മൾ പുതിയ സൂചിയും സിറിഞ്ചുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയും നമ്മുടെ റിസ്ക് നമ്മൾ വല്ലാണ്ട് താഴോട്ട് വന്നിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് മയക്കുമരുന്ന് കുത്തിവെക്കുന്ന പിള്ളേരുടെ ഇടയിലാണ് നമ്മൾ റിസ്ക് കാണുന്നത്. ഇപ്പൊ ആസ് ഓഫ് നൗ നമുക്ക് ഒരു 2000 മുതൽ ഇങ്ങോട്ടാണ് നമ്മൾ HIV ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം 100ഓളം ആൾക്കാര് നമുക്ക് എറണാകുളം ART എന്ന് പറയുന്ന HIV ബാധിച്ച ആൾക്കാർക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 100ഓളം ആൾക്കാരുണ്ട് ഹു ആർ ഇൻജെക്ടിങ് ഡ്രഗ് യൂസേഴ്സ്. എന്ന് വെച്ചാൽ അവര് മയക്കുമരുന്ന് കുത്തിവെക്കുന്ന വഴിയിൽ കൂടെ അവർക്ക് HIV കിട്ടിയതാണ്. അപ്പം ഈ ഐഡിയോസ് നമുക്കൊരു മേജർ ഒരു കൺസേൺ ആണ്. എന്തിനാണ് ഇവര് നമുക്കൊരു കൺസേൺ ആവുന്നത് എന്ന് വെച്ചാൽ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന പിള്ളേര് ബേസിക്കലി അവര് മറ്റ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിലോട്ട് വരിക. ആദ്യം തന്നെ ആരെങ്കിലും ഓടി ഡ്രഗ്സിലോട്ട് കയറില്ല. ഡ്രഗ്സ് ഹാസ് ഇറ്റ്സ് ഓൺ പാറ്റേൺ.
അല്ലെ? നമുക്ക് എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ട്. അപ്പൊ ഡ്രഗ്സിന്റെ മേജർ പാറ്റേൺ എന്താ? നമ്മൾ ആദ്യം സിഗരറ്റ് വലിക്കും, പിന്നെ നമ്മൾ ചെറുതായി ഒന്ന് ആൽക്കഹോൾ എടുക്കും, പിന്നെ നമ്മളൊന്ന് കഞ്ചാവ് വലിച്ചു നോക്കും, പിന്നെ നമ്മൾ സ്റ്റാമ്പ് യൂസ് ചെയ്ത് തുടങ്ങും. പിന്നെ നമ്മുടെ പിയർ പ്രഷർ ഭയങ്കര ഹൈ ആയിരിക്കും ഇവരുടെ ഇടയിൽ. അവരുടെ ഇടയിൽ പോകുമ്പോൾ ഫ്രണ്ട്സ് പറയും ഒരെണ്ണം യൂസ് ചെയ്ത് നോക്കുക, കുഴപ്പമില്ല, വീട്ടിലറിയില്ല. അപ്പൊ കള്ളു കുടിച്ചാലോ കഞ്ചാവ് വലിച്ചാലോ നമുക്ക് വീട്ടിലറിയാം. പക്ഷെ ചില കാര്യങ്ങളൊന്നും നമുക്ക് വീട്ടിലറിയാതിരിക്കുന്ന രീതിയിൽ നമുക്ക് ഡ്രഗ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ആ ഡ്രഗ്സ് യൂസ് ചെയ്ത് തുടങ്ങും. കുറച്ച് നാൾ കഴിയുമ്പം ഡ്രഗ്സ് എന്താ ആക്ച്വലി ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ ഒരു ഡോപ്പമിന്റെ എഫക്റ്റ് വല്ലാണ്ട് കൂടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു കാര്യത്തിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം, ഭയങ്കരമായിട്ട് അതിന്റെ ഒരു ഉന്മാദം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി ഡ്രഗ്സ് വീണ്ടും യൂസ് ചെയ്യും. അപ്പൊ ആദ്യം ഇതൊരു അബ്യൂസ് അല്ലായിരിക്കും, ഡ്രഗ് യൂസർ ആയിരിക്കും. അപ്പൊ ഡ്രഗ് യൂസേഴ്സ് ചേഞ്ചസ് ടു ഡ്രഗ് അബ്യൂസേഴ്സ്. അത് കഴിഞ്ഞ് ഡ്രഗ് അബ്യൂസർ കഴിയുമ്പം അടുത്ത സ്റ്റേജ് ആണ് ഡ്രഗ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ. ദേ ക്യാൻ നോട്ട് ലിവ് വിത്തൗട്ട് ഡ്രഗ്സ്. അവർ രാവിലെ എണീറ്റാൽ ദേ നീഡ്സ് ഡ്രഗ്സ്. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ മുതൽ ഏത് ഡ്രഗ്സ് ആയാലും നമ്മൾ ഡ്രഗ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം രാവിലെ എണീറ്റ് അവരുടെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യണമെങ്കിൽ ദേ ഡിപ്പെൻഡ് കംപ്ലീറ്റ്ലി ഓൺ ഡ്രഗ്സ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അവരെ ഡ്രഗ് ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ആദ്യത്തെ 2 സ്റ്റേജസും നമുക്ക് മാനേജബിൾ ആണ്. നമുക്ക് വേണം എന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചാൽ ഇന്നു മുതൽ ഞാൻ നിർത്തുവാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് നിർത്താൻ പറ്റും. പക്ഷെ ഡിപ്പെൻഡന്റ് ആയി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡ്രഗ് യൂസിന് ഈ പാറ്റേൺ ഫോളോ ചെയ്ത് പിള്ളേര് ഡ്രഗ് ഇഞ്ചക്ഷന്റെ ഒരു ലെവൽ എത്തുമ്പോൾ മോസ്റ്റ് ഓഫ് ദം ബിക്കം ഡ്രഗ് ഡിപ്പെൻഡന്റ് പീപ്പിൾ. അപ്പൊ അതുകൊണ്ട് അവരൊരു ഡ്രഗ്സ്, HIV, ഹെപ്പറ്റൈറ്റിസ് എല്ലാം ഉണ്ടെങ്കിലും അവർ ഈ പറയുന്ന ഡ്രഗ്സിലോട്ട്, ഇഞ്ചക്ഷനിലോട്ട് ആ മോഡ് മാറ്റാനോ ഇല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഒരു ഫിസിക്കൽ സിറ്റുവേഷനിൽ ആയിരിക്കില്ല. സോ ഇറ്റ് ബിക്കംസ് എ ഡിസോർഡർ ഫോർ ദം. അപ്പൊ അങ്ങനെ വരുന്ന പിള്ളേര് ഏത് നീഡിൽ സിറിഞ്ച് ആയാലും, ആര് യൂസ് ചെയ്ത നീഡിൽ സിറിഞ്ച് ആയാലും tend to share it if they don't get a new one. അപ്പൊ ഷെയറിംഗ് ഓഫ് യൂസ്ഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് എന്ന് പറയുന്നത് 100% ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊരാൾക്ക് 100% പോസിറ്റിവിറ്റി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ബ്ലഡ് ടു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന 100% ട്രാൻസ്ഫറിന്റെ ഒരു സ്കോപ്പാണ്. ഒരാൾ പോസിറ്റീവ് ആണ്, അയാളുടെ ബ്ലഡ് മറ്റൊരാള് ഡയറക്റ്റ് സ്വീകരിക്കുകയാണെങ്കിൽ അത് 100% റിസ്ക് ആണ് അവിടെ HIV കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഐഡ്യൂസ് ആവുമ്പം അവ ഈ ഇൻട്രാവീനസ് ഡ്രഗ് ആണ്. അപ്പൊ വെയിന്റെ ഉള്ളിൽ ആണ് കയറിയിരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് വെയിനിൽ നിന്ന് ഈ ബ്ലഡ് പുറത്തേക്ക് ഡ്രോ ചെയ്ത് സിറിഞ്ചിൽ കയറ്റും. എന്നിട്ടാണ് വീണ്ടും പുഷ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്ലഡ് പലരും ഇത് ഒരേ സിറിഞ്ച് എടുത്ത് തന്നെ പലരും ഷെയർ ചെയ്യും. അപ്പൊ ആ ബ്ലഡ് എല്ലാവരുടെ ഇടയിലും ഷെയർ ചെയ്യപ്പെടുന്ന കാരണം നമുക്ക് HIV ആദ്യ കുത്തിയ ആൾക്ക് HIV ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യപ്പെടും. അപ്പം HIV എന്ന് പറയുന്നത് ഈ ഡ്രഗ് യൂസേഴ്സ് അല്ലെങ്കിൽ ഇൻജക്റ്റിംഗ് ഡ്രഗ് യൂസേഴ്സിന്റെ ഇടയിൽ ഇവരുടെ പോസിറ്റിവിറ്റി റേറ്റ് വളരെ കൂടുതലായിട്ടാണ് നമ്മൾ പല സ്റ്റേറ്റ്സിലും കാണുന്നത്. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ് ഇതിന് കൂടുതൽ പോസിറ്റിവിറ്റി കാണുന്നതെങ്കിലും എറണാകുളത്ത് നമുക്ക് ART മരുന്ന് എടുക്കുന്ന ആൾക്കാർ 100ഓളം ഉണ്ട്. ദാറ്റ് മീൻസ് ഇതിന് വേറൊരു കാര്യം വെച്ചാൽ എല്ലാ ആൾക്കാർക്കും നമുക്ക് HIV സ്റ്റേറ്റസ് അറിയണം എന്നില്ല. ചിലവര് അവരെ അറിയാതെ തന്നെ അവസാന സ്റ്റേജിൽ അല്ലെങ്കിൽ കുറെ നാളുകൾ കഴിയുമ്പോൾ ട്രീറ്റ് ചെയ്ത് ഒന്നും തരത്തിൽ മാറുന്നില്ല എന്ന് കാണുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവർ പോസിറ്റീവ് ആണ് അറിയുന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ആണ് നമ്മുടെ നീഡിൽ സിറിഞ്ച് യൂസ് ചെയ്യുന്നത് കൂടെ പകരുന്നത്. മൂന്നാമത് നിങ്ങൾ പറഞ്ഞ പോലെ മദർ ടു ചൈൽഡ് ആണ്. മദർ ടു ചൈൽഡ് എന്ന് പറയുന്നത് വളരെ നമ്മള് റിസ്കി ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ല. എന്താ കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ 30% ആണ്. അമ്മ പോസിറ്റീവ് ആണെങ്കിൽ, അച്ഛൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കൊച്ചു പോസിറ്റീവ് ആവില്ല. അമ്മ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ കുട്ടി പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ അമ്മ പോസിറ്റീവ് ആണെങ്കിൽ കുട്ടിക്ക് ഒരു മരുന്നും ഒരു ട്രീറ്റ്മെന്റും ഒരു ഫെസിലിറ്റിയും കൊടുക്കാതിരുന്നാൽ തന്നെ ഒരു 20 to 30% ആണ് നമുക്ക് അമ്മയിൽ നിന്നുള്ള പോസിറ്റിവിറ്റി കുട്ടിയിലോട്ട് വരാനുള്ള സാധ്യത ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് പാറ്റേൺ ഉണ്ട്. ഇപ്പം അടുത്ത് നമ്മൾ ഒരു 10-15 വർഷമായിട്ട് എല്ലാം പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനും നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ HIV ടെസ്റ്റ് ചെയ്യിക്കും. HIV ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ HIV പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെവിരാപ്പിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ് അവർക്ക് പ്രസവത്തിന്
ലേബർ തുടങ്ങുന്ന ജസ്റ്റ് മുന്നേ ആയിട്ടാണ് ഈ മെഡിസിൻ കൊടുക്കുന്നത്. അവർക്ക് നോർമലി നമ്മൾ സിസേറിയനിലോട്ടാണ് ഡെലിവറിയിലോട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. എന്നിട്ട് പക്ഷെ നോർമൽ ഡെലിവറി എടുക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് കോംപ്ലിക്കേഷനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സിസേറിയനിലോട്ടാണ് അവരെ പ്രിഫർ ചെയ്യുന്നത്. കൊച്ചിനും ജനിക്കുമ്പോൾ തന്നെ നമ്മൾ നെവിറാപ്പിന്റെ ഒരു ഡോസ് കൊടുക്കും. അങ്ങനെ നമ്മൾ മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ നമുക്ക് ഈ ഒരു നെവിറാപ്പിൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കേസ് പോലും അങ്ങനെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്ത ഹിസ്റ്ററി നമുക്കിപ്പോ കേരളത്തിൽ ഇല്ല. അപ്പം അതിനർത്ഥം എന്താ, ഒന്നാമത്തെ 35% ഇതിന് ചാൻസ് ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് 0% ഇപ്പൊ നമുക്ക് നെവിറാപ്പിൻ കൊടുക്കുന്ന കാരണം എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അമ്മയും അച്ഛനും പോസിറ്റീവ് ആണെങ്കിൽ പോലും കൊച്ചിനെ നമുക്ക് നെഗറ്റീവായിട്ട് ജനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടുത്ത ഒരു ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ മദർ ടു ചൈൽഡിന്റെ കാര്യം പറഞ്ഞു നമ്മള് സെക്ഷലി പിന്നെ ഉള്ളത് നമ്മള് ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നതാണ് വേറൊരു സാധ്യത. അപ്പൊ ബ്ലഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഡയറക്റ്റ് ബ്ലഡ് മാത്രമല്ല ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ബ്ലഡിന്റെ പല കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്ലാസ്മ ആയിട്ടും നമ്മൾ പ്ലേറ്റ്ലെറ്റ് ആയിട്ടും അങ്ങനെയൊക്കെ മാറ്റി കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റോ അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് റിസ്ക് ഉണ്ട്. അപ്പം ഇതെല്ലാം സാഹചര്യം നമുക്ക് ഉണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു റേറ്റ് നോക്കുമ്പോൾ നമ്മൾ HIV ഭയങ്കരമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. HIV ഇൻഫെക്ഷൻ പുതിയ കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഇൻഫെക്ഷൻ റേറ്റ്സ് ആണ് ഉള്ളത്. പക്ഷെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. സെക്ഷുവൽ റിസ്ക് എന്ന് പറയുന്നത് ഇന്നത്തെ സിറ്റുവേഷനിൽ കുറച്ചുകൂടെ നമ്മളൊരു കാഷ്വൽ സെക്സിലോട്ടോ ഇല്ലെങ്കിൽ മൾട്ടി പാർട്ട്ണർ സെക്സിലോട്ടോ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ട്രെൻഡും നമുക്കൊരു റിസ്കി ആയിട്ടാണ് ഭാവിയിൽ നമുക്കിത് കാണുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പല പ്രോജക്ട്സിലും നമുക്ക് HIV ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ എവിടെയും HIV ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് വരുന്നത് വെച്ചാൽ നമുക്കൊരു 18 മുതൽ 22 വയസ്സ് വരെയുള്ള പിള്ളേര് പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഏകദേശം ഒരു 25ഓളം വർഷങ്ങളായി ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് അവയർനെസ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൊറോണയുടെ നമ്മൾ ആദ്യം വന്നപ്പോൾ ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിനെ പറ്റി ഒരു ലൈൻ മാത്രമേ ഉള്ളൂ, അല്ലെ, SMS ഒറ്റ ലൈനേ ഉള്ളൂ പല സ്ഥലത്തും. അപ്പൊ അതെന്താ വെച്ചാൽ നമ്മളൊരു പാൻഡമിക് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ മാക്സിമം അവയർനെസ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് പയ്യെ നമ്മൾ അവിടെ നിന്ന് മാറി അടുത്ത ഒരു ലെവലിലോട്ട് നമ്മൾ കാര്യങ്ങൾ നീങ്ങി ആൾക്കാർ ബോധവൽക്കരണപ്പെടുത്തി കഴിഞ്ഞു എന്നൊരു ധാരണയിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് മാത്രമാണ് നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്യുന്നത്. HIV കേസിലും അങ്ങനെ തന്നെയാണ്. 97ലാണ് നമ്മൾ ശരിക്കും ഇവിടെ HIV AIDS വേണ്ടിയിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേൾഡ് AIDS ഡേ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ലെവലിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ചർച്ചാ വിഷയം, വേറെ ഒന്നുമില്ല. ആ ദിവസം ഫുൾ വേൾഡ് AIDS ഡേയുടെ കാര്യങ്ങളും HIV AIDS പ്രിവെൻഷനും മറ്റു അതിന്റെ ബാനറും അങ്ങനെ ഒരു ലാർജർ സ്കെയിലിൽ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഇത് ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് ടേപ്പർ ചെയ്തോട്ടാണ് വരുന്നത്, താഴോട്ടാണ് വരുന്നത്. എന്താ ഇതിന് കാരണം എന്ന് വെച്ചാൽ അടുത്ത ജനറേഷൻ ഇപ്പൊ നിങ്ങൾ കരിക്കുലത്തിൽ നിങ്ങളുടെ HIV AIDS എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങളുടെ സയൻസിൽ സ്കൂൾസിൽ തന്നെയുണ്ട്. ഏത് ഒരാളെടുത്താലും അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഏതെങ്കിലും ഇപ്പൊ തന്നെ നമ്മൾ 4 മാർഗങ്ങൾ ചോദിച്ചു, പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൻസർ പറഞ്ഞു. യു നോ what HIV AIDS. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ട് പോലും നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ റേറ്റ് വരുന്നു. അതാണ് നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് അത് വരുന്നത് ഇല്ലെങ്കിൽ അത് കാണുന്നത് നമ്മൾ കൂടുതലും യങ്സ്റ്റേഴ്സിനിടയിലാണ്. അപ്പൊ ഇവരുടെ ഒരു ഹിസ്റ്ററി ട്രാക്ക് ചെയ്തപ്പോൾ ഇവര് പലരും നമ്മള് മെയിൽ ടു മെയിൽ സെക്സ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഇറ്റ് നീഡ് നോട്ട് ബി ഗേ പോപ്പുലേഷൻ, പക്ഷെ ഒരു സമയത്ത് ഇവര് മെയിൽ ടു മെയിൽ സെക്സ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ദാറ്റ് വി ഹാവ് sexuality which is more vibrant than we thought. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാണുന്നതിനേക്കാളും
ഒരു പ്രത്യേകത നമ്മളിപ്പോ കാണുന്നത് നമ്മുടെ ഒരു HIV എന്ന് പറയുന്ന ഒരു കാര്യത്തില് നമ്മൾ ഒരു വന്നപ്പോഴാണ് നമ്മൾ സെക്ഷുവാലിറ്റിയെ കുറിച്ച് ഇത്രയും സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഹി ക്യാൻ ബി ബൈസെക്ഷുവൽ, ഹി ക്യാൻ ബി ഗേ, ഹി ക്യാൻ ബി ലൈക് ലെസ്ബിയൻ, ഹി ക്യാൻ ബി ഹെട്രോ, ഹി ക്യാൻ ബി ക്യൂർ, ഹി ക്യാൻ ബി ഇന്റർസെക്സ് എന്ന് പറയുന്ന LGBTQI എന്ന് പറയുന്ന പല കാറ്റഗറീസിൽ നമ്മൾ എടുക്കാൻ പറ്റും. അപ്പം ഇതെല്ലാം നമ്മുടെ വേരിയേഷൻസ് ഓഫ് സെക്ഷുവാലിറ്റി ആണ്. ഇതിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഓപ്പൺ ടു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെക്ഷുവാലിറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് നമ്മൾ പഠിച്ച് വരുമ്പോൾ മാത്രമാണ് അത് കണ്ടിരുന്നെങ്കിലും ഇപ്പൊ നമ്മൾ അത് കുറച്ചും കൂടെ ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് അവയർനെസ് കുറച്ചും കൂടെ ആൾക്കാർക്ക് അറിയാം, ബീസ്റ്റാലിറ്റി അറിയാം, നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫാന്റസീസ് ആയിട്ടുള്ള ആൾക്കാരെ അറിയാം. അങ്ങനെ പലതരത്തിലുള്ള സെക്ഷുവൽ ഓറിയന്റേഷൻ ഉള്ള ആൾക്കാരെ നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ സെക്ഷുവാലിറ്റി നമ്മുടെ ഒരു അധികാരമാണ്. അതിന്റെ ഒരു എന്താ പറയുന്ന പ്രസന്റേഷനും നമ്മുടെ ഒരു അധികാരമാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരു ഗേ പോപ്പുലേഷനോ ഇല്ലെങ്കിൽ ഒരു ബൈസെക്ഷുവലോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ സെക്ഷുവാലിറ്റി ഇല്ലെങ്കിൽ ഒരു സെക്ഷൽ റിസ്ക് എന്ന് പറയുന്നത് പല കാറ്റഗറിയിലും നമ്മൾ ഈ പറയുന്ന പോലെ മൾട്ടി പാർട്ട്ണർ സെക്സിലോ ഇല്ലെങ്കിൽ കാഷ്വൽ സെക്സിലോ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു പോപ്പുലേഷന്റെ ഇടയിൽ നമുക്ക് അപ്പൊ അങ്ങനെ വരുമ്പം എന്താ സംഭവിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേറെ കുറെ ആംഗിൾസിലോട്ട് ഇതിന്റെ റിസ്ക് പോവാണ്. അപ്പം പണ്ടെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചിരുന്ന ഗേ മാത്രമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് നമുക്ക് മെൻ ടു മെൻ സെക്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, ബൈസെക്ഷുവൽസിനും അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മൾ ഈ പറയുന്ന ഹെട്രോമാവാം. ചില സമയത്ത് കുറെ നാൾ കഴിയുമ്പോൾ നമ്മളൊരു ഹെട്രോസെക്ഷൽ ആക്ടിവിറ്റി വിട്ട് നമ്മൾ ബൈസെക്ഷൽ ആക്ടിവിറ്റിയിലോട്ട് മൂവ് ചെയ്യാം. അപ്പൊ എന്ത് ആക്ടിവിറ്റി ഇല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സെക്സ് പ്രാക്ടീസ് ചെയ്യുന്ന അത് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനമാണെങ്കിൽ പോലും HIV കേസ് നോക്കുമ്പോൾ അത് നമുക്കൊരു റിസ്ക് ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ തരത്തിലുള്ള റിസ്ക് ഉള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ മാനേജ് ചെയ്യുന്നത് നമുക്ക് പലതരത്തിലുമുള്ള പ്രോജക്ട്സ് വഴിയാണ്. ടാർഗറ്റഡ് ഇന്റർവെൻഷൻ പ്രോഗ്രാംസ് എന്ന് പറയും. അപ്പം അതിനകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് സെക്സ് വർക്കേഴ്സിന് നമ്മൾ ഒരു പ്രോഗ്രാം ഉണ്ട്, മറ്റേ മെയിൽ ടു മെയിൽ സെക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രോഗ്രാം ഉണ്ട്. പിന്നെ നമുക്ക് പുറമേ നിന്ന് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പുറമേ നിന്ന് ഇങ്ങോട്ട് കേരളത്തിൽ വരാൻ സാധ്യതയുള്ള 2 പോപ്പുലേഷനാണ് നമ്മൾ കാണുന്നത്. ഒന്ന് മൈഗ്രൻസും 2 ട്രക്കേഴ്സും. ഈ 2 പേരുടെ ഇടയിലും നമുക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇത്രയും കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇത്രയും പ്രോഗ്രാംസ് വഴിയാണ് ഈ ഹൈ റിസ്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ പോകുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ നമുക്ക് ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിള്ളേരെ പോസിറ്റിവിറ്റി കിട്ടുന്നത് നമുക്ക് റിസ്ക് ആയിട്ടാണ് തന്നെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഈ HIV കുറിച്ച് വീണ്ടും നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള കാരണം. നമ്മൾ യങ്സ്റ്റേഴ്സ് അവർക്ക് കാഷ്വലി എല്ലാം അറിയാമെങ്കിൽ ചില സമയത്ത് അതിന്റെ ഒരു ഭവിഷ്യത്ത് അവർക്ക് അറിയില്ല. ഇനി സെക്ഷുവൽ റിസ്ക് എന്ന് പറയട്ടെ. സെക്ഷുവൽ റിസ്ക് എന്ന് പറഞ്ഞാലും 3 തരത്തിലുള്ള സെക്ഷുവൽ ആക്ടിവിറ്റീസ് ആണ് യൂഷ്വലി നമ്മൾ റിസ്കിന്റെ കാറ്റഗറിയിൽ പെടുത്താം. ഒന്ന് നോർമൽ പെനോ വെജൈനൽ സെക്സ് എന്ന് പറയുന്നത്, 2 നമ്മൾ ആനൽ സെക്സ് പ്രാക്ടീസ് ചെയ്യുന്നത്, 3 നമ്മൾ ഓറൽ സെക്സ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 സെക്സിലും ഏറ്റവും റിസ്കി ആയിട്ടുള്ള ആനൽ സെക്സ് ആണ്. അപ്പം ആനൽ സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് പെനിട്രേഷൻസ് ഉണ്ടാകാം, അവിടെ പൊട്ടൽ ഉണ്ടാകാം, ബ്ലഡ് ടു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരാം. അങ്ങനെ വരുമ്പോൾ മെയിൽ ടു മെയിൽ സെക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ റിസ്കിലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ. അപ്പൊ സെക്ഷുവൽ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആനൽ സെക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് റിസ്ക് കൂടുതലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പോസിറ്റീവായ ആൾക്കാർ എല്ലാവരും ആനൽ സെക്സ് ചെയ്യണം എന്നില്ല. മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ആൾക്കാർക്കും പോസിറ്റിവിറ്റി ഉണ്ടാകാം. ഇനി ഇതൊന്നും ഹൈ റിസ്ക് പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്ക് ഇപ്പം
വിൻഡോ പീരിയഡിലാണ് അവർ ഒരു ലൈംഗിക വേഴ്ചയിലോ അല്ലെങ്കിൽ ഒരു കാഷ്വൽ സെക്സിലാണ് പെട്ടിട്ടുണ്ടാകുക. അവർക്ക് അറിയില്ല അവരുടെ ആള് പോസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്. അവർ ഇതുപോലെ വിൻഡോ പീരിയഡിലാണെങ്കിൽ ദേ ക്യാൻ ഓൾസോ സ്പ്രെഡ്. അപ്പം നമ്മൾ ഓർക്കുന്നുണ്ടാവും കൊറോണയുടെ ആദ്യത്തെ സമയത്ത് നമ്മൾ ഇറ്റലിയിൽ നിന്ന് വന്ന ആ ഫാമിലീസിന് നമ്മൾ വല്ലാണ്ട് ടോർച്ചർ ചെയ്തിരുന്നു. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലും ന്യൂസിലും എല്ലാം ഇവരൊന്ന് കയ്യിൽ കിട്ടിയാൽ നമുക്ക് ശരിയാക്കി എടുക്കാൻ എന്ന രീതിയിൽ വരെ നമ്മൾ പലരും മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ തൊട്ട് ഇപ്പുറത്തെ ആൾക്കാർ കൊറോണ പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ഇതൊന്നും തോന്നുന്നില്ലല്ലോ. പലപ്പോഴും നമ്മുടെ ഫാമിലിയിൽ തന്നെ പോസിറ്റിവിറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്നും തോന്നുന്നില്ലല്ലോ. ഇതെന്താ കാരണം വെച്ചാൽ അൺഅവയർനെസ് ആണ്. നമ്മൾ വിചാരിക്കുന്നത് അവര് വേണമെന്ന് വെച്ച് നമ്മൾ ഇത്രയും പേരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നൊരു തോന്നലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ഒരു ഇഗ്നറൻസ് ആണ്. ഇത് ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ ഇന്നിങ്ങനെ പോകുമ്പോൾ തന്നെ അത് ഇത്രയും സ്പ്രെഡ് ചെയ്യപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതുപോലെ തന്നെ HIV നമ്മൾ ഇത്രയും എങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. ഒരാൾ HIV പോസിറ്റീവ് ആയാൽ അയാൾ മറ്റൊരാൾക്ക് HIV നൽകാൻ വേണ്ടി ഒരു തരത്തിലും താല്പര്യപ്പെടില്ല. അങ്ങനെ കുറെ ഫേക്ക് ന്യൂസ് നമുക്ക് പല സ്ഥലത്തും പല സമയം മുതൽ കാണാറുണ്ട്. ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 20 വർഷമായി. അതിന് മുന്നേ തന്നെ ഇങ്ങനത്തെ ന്യൂസ് അവൈലബിൾ ആണ്. തിയേറ്ററിൽ പോയി പുറകിന് സിറിഞ്ച് എടുത്ത് കുത്തി, ഇപ്പുറത്ത് കുത്തി അപ്പുറത്ത് കുത്തി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒന്നും സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെ ഒരു സ്ഥലത്തും നമുക്ക് ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് അല്ലാതെ. അതുപോലെ വേറൊരു ന്യൂസ് വരാറുള്ളത് നമ്മുടെ ഫ്രൂട്ടിന്റെ ഉള്ളിൽ ഫ്രൂട്ടി പാക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ കൈ മുറിഞ്ഞ് അതിനകത്ത് കിടന്നു, അപ്പൊ അതുകൊണ്ട് ഫ്രൂട്ടി കുടിക്കരുത് എന്ന് പറഞ്ഞു. ഇതുപോലെ വേറൊരു ന്യൂസ് ഉള്ളത് ഫ്രൂട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന ആള് പോസിറ്റീവ് ആയിരുന്നു, അയാളുടെ ഫ്രൂട്ട്സിനകത്ത് അയാളുടെ രക്തം വന്നു, അങ്ങനെ അയാൾ പോസിറ്റീവ് ആയി. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഫേക്ക് ന്യൂസ് നമുക്ക് പല സ്ഥലത്തും വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ 4 മാർഗങ്ങളല്ലാതെ വേറൊരു മാർഗത്തിൽ HIV നമുക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഇല്ല. കൊതുക് കടിച്ചാൽ നമുക്ക് വരില്ല, ഇല്ലെങ്കിൽ കൊച്ചിക്കാരൻ നമ്മൾ ഒരാളും ബാക്കി ഉണ്ടാവില്ലായിരുന്നു. അട്ട കടിച്ചാൽ, ഇത് ഞാൻ ഒരു ക്ലാസ്സിൽ കൊതുക് കടിച്ചാൽ വരില്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ അവിടുത്തെ പിള്ളേര് ചോദിച്ചത് അപ്പൊ അട്ട കടിച്ചാൽ വരുമോ എന്നുള്ളത്. അപ്പൊ കൊതുകോ അട്ടയോ ആര് കടിച്ചാലും നമുക്ക് HIV വരില്ല. നമ്മൾ കോമൺ ആയിട്ടുള്ള എന്ത് യൂസ് ചെയ്താലും നമുക്ക് വരില്ല. സ്നീസിങ്, നമ്മളിപ്പോ കൊറോണയുടെ കേസിൽ പറയുമ്പോൾ സ്നീസിങ്ങും തുമ്മലും ചുമയും ചുമച്ചാലും ഡ്രോപ്ലെറ്റ്സും എല്ലാം പ്രശ്നം എന്ന് പറയുന്ന പോലെ HIV അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇല്ല. HIV ഈസ് എ വെരി സോബർ ജെന്റിൽ വൈറസ്. എന്ന് വെച്ചാൽ ജെന്റിൽ എന്ന് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ ശരിക്കും അതിനൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു നന്നായി ഒന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. ഇതൊന്നും ബോയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഓപ്പൺ എയറിൽ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഒരു മിനിറ്റ് പോലും അത് ലൈവായിട്ട് നിൽക്കില്ല. സോ ഇറ്റ് കനോട്ട് സർവൈവ് ഇൻ അൺക്ലോട്ടഡ് ബ്ലഡ്. ഇപ്പം എന്തെങ്കിലും സാധനമാണ് ബ്ലഡിനകത്താണ് HIV ഉള്ളതെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് HIV ഇല്ല. സെമന്റ് അകത്താണെന്നുണ്ടെങ്കിൽ സെമന്റ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് HIV ഇല്ല. പക്ഷെ ഡ്രൈ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ സർവൈവ് ടിൽ ദിസ് ബ്ലഡ് ഓർ സെമൻ ഇസ് ക്ലോട്ടഡ്. അപ്പം അത്രയും ജെന്റിൽ ആയിട്ടുള്ള ഒരു വൈറസ് ആണ് HIV. വേറൊരാൾക്ക് നമ്മൾ കൊടുക്കില്ല. നമ്മളുടെ എന്തെങ്കിലും സ്വഭാവം കൊണ്ടോ നമ്മൾ ഈ 4 മാർഗങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലോട്ട് HIV പകരാൻ സാധ്യതയുള്ളൂ. പക്ഷെ സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു സെക്ഷൽ ടാബു ഉള്ള കാരണം വളരെയധികം സ്റ്റിഗ്മ ഫേസ് ചെയ്യുന്ന ഒരു അസുഖമാണ് HIV. അപ്പൊ കൊറോണയുടെ കേസിൽ HIV പോലെ തന്നെ ആണെങ്കിൽ പോലും അതിന്റെ സ്റ്റിഗ്മ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇല്ലേ. ഒരാള് കൊറോണ പോസിറ്റീവായി അല്ലെങ്കിൽ ഒരാള് ക്വാറന്റൈനിൽ ആയാൽ പോലും അയാൾ പുറത്ത് പറയാൻ താല്പര്യമില്ല. ഞാൻ പോസിറ്റീവാന്ന് പുറത്ത് പറയുന്നില്ല, ഞാൻ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഒരു തരത്തിലും ഈ ഒരു ഇൻഫോർമേഷൻ ലീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ആ ഒരു ലെവലിലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ മാസ്ക് വെക്കാതെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ നാട് മൊത്തം കറങ്ങി നടക്കുന്ന സ്വഭാവമാണ്. ഇയാൾക്ക് കിട്ടി ഇയാളെ നാട്ടുകാരെ കൊടുക്കാൻ വേണ്ടി നടന്നു. ഇങ്ങനെ കുറെയൊക്കെ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ കേട്ടിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുറെയൊക്കെ പിള്ളേര് പോസിറ്റീവ് ആവുമ്പോൾ അവർ തുറന്ന് പറയുന്നുണ്ട്. പലവരുടെ സ്റ്റേറ്റസ് ഞാൻ കാണാറുണ്ട്, ഐ ആം കൊറോണ പോസിറ്റീവ് എന്നുള്ളത്. അപ്പൊ അതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വി ഡിഡ് നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് സ്റ്റിഗ്മ, എനി കൈൻഡ് ഓഫ് ഡിസീസസ്. ഏത് അസുഖമായാലും നമ്മൾ ആരും ഒരു അസുഖം മേടിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ ചെല്ലുക. നമുക്ക് കിട്ടുന്നതാണിത്. ഇത് എങ്ങനെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ then we have to be very cautious about it and we should not hide about it. അപ്പൊ ഹൈഡിങ് വരുമ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മറയ്ക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കും? അറിയാതെ തന്നെ ഇത് മറ്റൊരാൾക്ക് പ്രോബ്ലം ആയിട്ട്
മാറും. അപ്പൊ സ്റ്റിഗ്മ എന്ന് പറയുന്നത് നാട്ടുകാര് അല്ലെങ്കിൽ വീട്ടുകാര് ഇതിനെ മനസ്സിലാക്കാതെ രീതിയിൽ വരുന്ന കാര്യത്തിനാണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. HIV കേസിൽ ഇതിലൊരു സെക്ഷുവൽ ടാബു എന്ന് വെച്ചാൽ ഒരാള് എന്തെങ്കിലും തരത്തിൽ സെക്ഷുവലി ഇൻവോൾവ് ആയാൽ മാത്രമാണ് HIV വരുന്നുള്ളൂ എന്നൊരു തോന്നലുണ്ട്. ആ ഒരു തോന്നലാണ് നമുക്ക് ഇതിനുള്ള ഒരു സ്റ്റിഗ്മ. ഇനി സെക്ഷുവാലിറ്റിക്ക് തന്നെ അല്ലെങ്കിൽ സെക്ഷുവൽ റിസ്കിന് തന്നെ അല്ലെങ്കിൽ സെക്ഷുവൽ ബിഹേവിയറിന് തന്നെ ഒരു സ്റ്റിഗ്മയുണ്ട് അല്ലെ. നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചില കാര്യങ്ങൾ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പം കുറച്ചും കൂടെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ആണോ പെണ്ണോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സമൂഹത്തിൽ പെരുമാറുമ്പോൾ അവര് അപ്പൊ തന്നെ അവരുടെ ഒരു ലെവലിൽ നമ്മളെ ഒരു മാർക്കിംഗ് ആണ്. ഇവര് ശരിയല്ല, ഇവര് ഒരു കുറച്ചും കൂടെ പ്രശ്നക്കാരാണ്, ഇപ്പോഴത്തെ പുതിയ ഭാഷയാണെങ്കിൽ ഇവര് ആക്ടിവിസ്റ്റ് ആണ്, ആ ഒരു രീതിയിലൊക്കെ ഇവരെ മാറ്റാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ HIV കേസിൽ പല പാവപ്പെട്ട അമ്മമാരെ അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത ആൾക്കാരും പോസിറ്റീവായിട്ടുണ്ട്. ഇപ്പൊ ഭർത്താവ് പോസിറ്റീവായിട്ടുണ്ടാകാം, ഇവരിത് അറിഞ്ഞിട്ടില്ല, ഇവര് വൈഫിന് കൊടുത്തു. വൈഫ് ഡെലിവറിയുടെ സമയത്ത് പോകുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് ആണെന്ന് അറിയുന്നത്. അപ്പം ആ സമയത്തും ഭർത്താവ് ഒരുപക്ഷെ ആ കല്യാണത്തിന് ശേഷം ആയിരിക്കില്ല ഈ പുറത്തു പോയത്. അദ്ദേഹം അതിന് മുന്നത്തെ ഒരു കാഷ്വൽ സെക്സ് വഴിയാണ് ഇവർക്ക് HIV കിട്ടിയിട്ടുണ്ടാവുക. HIV കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് they are surviving HIV. അതിനൊരു പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കൂടെ അവരുടെ ഇടയിൽ പോയിട്ട് സ്റ്റിഗ്മറ്റൈസ് ചെയ്തിട്ട് അതിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ആയിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ അതെല്ലാം നമ്മൾ HIV പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും കിട്ടണം. നമുക്ക് HIV ആക്ട് തന്നെ നിലവിലുണ്ട്. അപ്പൊ ഈ ആക്ട് പ്രകാരം നമ്മൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ ആക്ട് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇത് പറയാമോ? ഇവിടെ ഉണ്ടോ എല്ലാരും? വായിച്ചിട്ടുണ്ടോ? No, ma'am. No. അഞ്ജലി വായിച്ചിട്ടുണ്ടോ? No, ma'am. സാൻഡ്ര? No, no. Okay. So we have an act for that. ഈ ആക്ടിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു HIV പോസിറ്റീവ് ആയി എന്ന കാരണത്താൽ ഒരാളുടെയും ഒരു റൈറ്റ്സോ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട ഫ്രീഡമോ നമ്മൾ ഒരു തരത്തിലും നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യരുത്. അയാൾക്ക് കിട്ടേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് ഈ ആക്ട് പറയുന്നത്. അപ്പോ ചുരുക്കം പറഞ്ഞാൽ ഒരാൾ HIV പോസിറ്റീവ് ആയ കാരണം അയാളുടെ ആ സ്റ്റേറ്റസ് കാരണം അയാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാൻ സാധിക്കില്ല, അയാളെ ഒരു സ്ഥലത്തുനിന്ന് പുറത്താക്കാൻ സാധിക്കില്ല, അയാളെ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അയാൾക്ക് HIV പോസിറ്റീവ് ആയ കാരണം അയാൾക്ക് സേവനങ്ങൾ നൽകില്ല എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ ഈ ആക്ട് തന്നെ വന്നത് റീസെന്റ്ലി ആണ്. പക്ഷെ അതിന് പിന്നാലെ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും നമ്മളെ പോലെ പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുടെ എഫേർട്സ് ഉണ്ട്. അപ്പൊ ഈ ആക്ട് ഇനി പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ സഹായം വേണം. എന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് ചില സമയത്ത് പോസിറ്റീവ് ആയിട്ടിന്റെ ഒരാൾ കണ്ട ഇപ്പൊ ഒരു മൈഗ്രൈൻ പോസിറ്റീവ് ആയിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്താൽ അയാൾ നമ്മൾ അടുത്ത ഫോളോ അപ്പിനെ വിളിച്ചോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഫോളോ അപ്പ് കഴിയുമ്പോഴത്തേന് പിന്നെ അയാൾ അവിടെ കാണാനുണ്ടാവില്ല. അപ്പൊ അയാൾ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ തിരിച്ച് നാട്ടിൽ പോയി മാഡം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം തിരിച്ചു പോയത് ഇപ്പൊ വീട്ടിലൊരു ആവശ്യം വന്നു അങ്ങനെ പോയി. പക്ഷെ ആക്ച്വലി അത് മാത്രമാണ് ഒരു കാരണം എന്ന് നമുക്ക് തോന്നാറില്ല. എന്ന് വെച്ചാൽ ഇവരെന്തെങ്കിലും തരത്തിൽ ഇവരെങ്ങനെയെങ്കിലും നാട്ടിൽ പാക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫീസിൽ നിന്ന് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പയ്യെ ഇവരെ പാക്ക് ചെയ്യും. അപ്പം അത് ആവശ്യമില്ല. എന്ന് വെച്ചാൽ HIV അല്ലാതൊരു രീതിയിൽ പകരില്ല. അപ്പൊ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ ആക്ടിന്റെ ഒരു എനാക്ട്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും റോൾ ഉണ്ട്. സോ യു ക്യാൻ ഫൈറ്റ് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. അപ്പൊ അതൊരു പോയിന്റ് ആണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു സാധനം എന്ന് വെച്ചാൽ ART മരുന്ന്. ഇപ്പൊ HIV ബാധിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നോ ഇല്ലെങ്കിൽ ക്യൂർ എന്ന് പറയുന്നോ ഇല്ല. ഒരാളുടെ ശരീരത്തിൽ HIV കയറി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. അത് അവിടെ ഉണ്ടാകും. അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അതാണ്. ഇറ്റ് കീപ്സ് ഓൺ മൾട്ടിപ്ലൈയിങ് ഇൻ ദ CD4 സെൽസ്. അപ്പൊ അത് നമുക്ക് പുറത്തെടുത്ത് കളയാനോ കംപ്ലീറ്റ് ബ്ലഡിൽ മാറ്റാനോ നമുക്ക് സാധിക്കില്ല.
അപ്പൊ അങ്ങനെ വരുമ്പോൾ HIV കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ സാധിക്കില്ലെങ്കിലും HIV മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും. അതിന് നമ്മൾ പറയുന്ന ആ ട്രീറ്റ്മെന്റിന് പറയുന്നതാണ് നമ്മൾ ആന്റി റെട്രോവൈറൽ തെറാപ്പി. അപ്പൊ ആന്റി റെട്രോവൈറൽ തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് 5 മെഡിക്കൽ കോളേജിലും ഒരു 2 ജനറൽ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. അപ്പൊ എറണാകുളത്ത് നമുക്ക് GH ഇത് അവൈലബിൾ ആണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 100ഓളം ആൾക്കാർ IDUs ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻജെക്ടിങ് ഡ്രഗ് യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ART മരുന്ന് എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ട് ചെയ്യുന്ന ഗുണം? ART മരുന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഈ വൈറസിന് പെരുകുന്ന റേറ്റ് ആണ് കുറയ്ക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർക്കുക, വൈറസിന്റെ ലോഡ് നമ്മുടെ ബോഡിയിൽ കൂടുമ്പോഴാണ് നമുക്ക് ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലോട്ട് പകരാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ വൈറൽ ലോഡ് നമ്മുടെ ബോഡിയിൽ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മറ്റൊരാളുടെ ശരീരത്തിലോട്ട് ഇൻഫെക്ഷൻ പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ HRG അല്ലെങ്കിൽ ഹൈ റിസ്ക് ബിഹേവിയർ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും വളരെ മിനിമത്തിൽ നമുക്ക് കൊണ്ടു നിർത്താൻ പറ്റും. അതുകൊണ്ട് ഓരോ HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെയും എത്രയും പെട്ടെന്ന് ART സെന്ററിലോട്ട് എത്തിക്കുകയും ART മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയും വൈറൽ ലോഡ് സപ്രസ് ചെയ്യുകയും ചെയ്താൽ നമ്മൾ ആർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണമായിരിക്കും. പക്ഷെ ഇത് പലർക്കും അറിയില്ല. ഇപ്പൊ HIV എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ കേരളത്തിൽ ഏകദേശം 35,000 ആൾക്കാർ നമുക്ക് അവരുടെ സ്റ്റേറ്റസ് അറിയാവുന്ന ആൾക്കാരുണ്ട്. 35,000 people are HIV positive in Kerala who know their status. Nearly അപ്രോക്സ് ആണ്, ഞാൻ കംപ്ലീറ്റ് നമ്പേഴ്സ് കൃത്യമായിട്ട് നമ്പേഴ്സ് പറയുന്നില്ല, 34,000 സംതിങ് ആണ്. അപ്പം ആ ഒരു നമ്പറിലുള്ള ആൾക്കാർ പോസിറ്റീവ് ആണെന്നും അവരുടെ സ്റ്റേറ്റസ് അറിയാമെന്നും അവർ ART കഴിക്കുന്നുണ്ടെന്നും നമുക്കറിയാം. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോഴും ആ HIV ടെസ്റ്റ് ചെയ്യുന്ന പല സ്ഥലത്ത് അവൈലബിൾ ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആണ്, പ്രൈവറ്റ് ലാബ്സിൽ അവൈലബിൾ ആണ്, നമുക്ക് ICTCയിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഡാറ്റ നമുക്ക് അവൈലബിലിറ്റി വരുന്നുണ്ട്. പല സ്ഥലത്ത് പുറത്ത് പോയി ടെസ്റ്റ് ചെയ്ത് വരുന്നവരും ഉണ്ട്. ഇവർ പല സ്ഥലത്തും നമുക്ക് ART മരുന്ന് നമുക്ക് മറ്റേ ഡോക്ടേഴ്സിനടുത്തും പോയിട്ട് കഴിക്കുന്നുണ്ട്. ചിലർ കഴിക്കുന്നില്ല, ഇവിടെ ടെസ്റ്റ് ചെയ്യും, പോസിറ്റീവ് അറിയും, പിന്നെ ഈ നാട്ടിലോട്ടേ വരിക, വേറെ സ്ഥലത്ത് പോകും. അവിടെ എന്ത് ചെയ്താലും പിന്നെ HIV ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്യാൻ വരില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇയാളുടെ വൈറൽ ലോഡിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യാനോ അയാളുടെ ശരീരത്തിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ വരുമ്പോൾ ഒരു ആളുടെ നോർമൽ ലൈഫ് എന്ന് പറയുന്നത്, ഒരു ഇൻഫെക്ഷൻ ഒരാൾക്ക് കിട്ടിയാൽ he will normally live for 10 or 15 years without any medicines, without any treatment, normally for 10 to 15 years. പക്ഷെ ഈ ഒരു ART മരുന്ന് എടുത്തു കഴിഞ്ഞാൽ it can be prolonged to 30 to 40 years. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു 20 വയസ്സുള്ള പയ്യന് അല്ലെങ്കിൽ പെങ്കൊച്ചിന് ഈ പോസിറ്റിവിറ്റി കിട്ടിയാൽ ഷീ ക്യാൻ നോർമലി സർവൈവ് ടിൽ 50 years. ഇപ്പത്തെ ശരാശരി നമ്മൾ തന്നെ നോർമലി ഇതൊന്നും റിസ്ക് ഒന്നും ഇല്ലാത്ത ആള് തന്നെ 50 വയസ്സ് വരെ എത്തും എന്നുള്ളത് നമുക്ക് പല സിറ്റുവേഷൻസ് നമുക്ക് ഉറപ്പ് നൽകാൻ പറ്റില്ല. ഇപ്പൊ ഡയബറ്റീസ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വി ക്യാൻ പ്രൊലോങ് എന്ന് വെച്ചാൽ HIV ട്രീറ്റ്മെന്റ് തന്നെ നമുക്ക് പല സ്റ്റേജസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകും, സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് തേർഡ് സ്റ്റേജിലോട്ട് പോകും. അപ്പം ഇത് ഓരോ സ്റ്റേജിലും നമ്മൾ ഈ വൈറസിന്റെ ഒരു പെരുകലോ അല്ലെങ്കിൽ മാനേജ്മെന്റ് ശരിയാവാതെ വരുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നാച്ചുറലി മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാകും. നമുക്ക് ബോഡി അത് മാനേജ് ചെയ്യാൻ ആദ്യത്തെ കാലഘട്ടത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു 5 to 6 months we will take to get adjusted with this medicines. എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കം വരാം, ഇതിന് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. നമുക്ക് രാത്രി ഉറക്കം കൂടുതലായിരിക്കാം, ക്ഷീണം കൂടുതൽ ഉണ്ടാവാം, ഒരു വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകാം, ചിലവർക്ക് ഒരു ഡിസെൻട്രി ഇഷ്യൂസ് ഉണ്ടാകാം. പക്ഷെ ഈ ഇഷ്യൂസ് എല്ലാം നമുക്ക് മരുന്ന് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ആണ്. പിന്നെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ആവുമ്പോൾ ആഫ്റ്റർ 3 to 6 months ഈ ഒരു മരുന്ന് എടുക്കുമ്പോൾ become okay with that medicine. അപ്പൊ പിന്നീട് നമുക്ക് ലൈഫ് ലോങ് ഈ മരുന്ന് കഴിക്കേണ്ടി വന്നാലും നമുക്ക് വല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാര് ഏതെങ്കിലും ആൾ ആദ്യം തന്നെ ഈ മരുന്ന് എടുക്കുമ്പോൾ ഒരു 2 ദിവസം ഉറക്കം പിടിച്ചു വരുന്നു, അല്ലെങ്കിൽ 2 ദിവസം ഛർദ്ദിക്കാൻ വരുന്നു, ഈ മരുന്ന് ഡ്രോപ്പ് ചെയ്യാതെ ചെയ്യാം. ഇത് നമ്മൾ അവരെ കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് വീണ്ടും ഈ മരുന്ന് കഴിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നത്. സോ ആസ് എ ജനറൽ പോപ്പുലേഷൻ പീപ്പിൾ, അല്ലെങ്കിൽ സാധാരണ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരാൾ മരുന്ന് കഴിക്കാൻ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു, നമ്മൾ മരുന്ന് കഴിഞ്ഞാൽ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ ഇൻഫോം ദം എന്തുകൊണ്ടാണ് ഈ മരുന്ന് കഴിക്കേണ്ടത്, എന്താണ് ഈ മരുന്ന് കഴിച്ചാൽ ഉണ്ടാവുന്ന ഗുണം,
support him with the situations. ഇപ്പം ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഈ മരുന്ന് കഴിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നൈറ്റ് ഷിഫ്റ്റിൽ നിന്ന് മാറ്റി നമ്മൾ മോർണിംഗ് ഷിഫ്റ്റിലോട്ട് ആക്കി കൊടുക്കും. ചിലപ്പം കുറച്ചൊരു സ്ട്രെയിൻ ഉള്ള വർക്ക് മാറ്റി കുറച്ച് സ്ട്രെയിൻ കുറച്ച് കൊടുക്കും. ഇവിടെയൊക്കെ നമുക്ക് വക്കീലായിട്ടുള്ള ആൾക്കാർ, നിങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ആവശ്യമാണ്. എന്ന് വെച്ചാൽ അത് രാത്രി ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം അപ്പം തന്നെ നമുക്ക് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ളതല്ല. അവർക്ക് വേറൊരു രീതിയിൽ ഷിഫ്റ്റ് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ അവരുടെ ഒരു മാക്സിമം എഫേർട്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ മോൾഡ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അപ്പം HIV എന്ന് പറയുമ്പോൾ ഇതാണ് അതിനെ ഒരു മെയിൻ 4 മാർഗത്തിലാണ് ഇത് പകരുന്നത്. ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലോട്ട് പകരുന്നത്. ഇതിന്റെ നോർമൽ ലൈഫ് എന്ന് പറയുന്നത് 10 to 15 years ആണ്. But with ART medicines, you can prolong to 20 to 30 years. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വരുന്നത് ഇതിന് വിൻഡോ പീരിയഡ് ഉണ്ട്. ഇറ്റ്സ് വെരി റിസ്കി. അതിന് ഇൻഫെക്ഷൻ കിട്ടാനോ മറ്റൊരാൾക്ക് കൊടുക്കാനോ സാധ്യത കൂടുതലാണ്. നമ്മൾ ഇതിന്റെ ART മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. അതുകൊണ്ട് വൈറൽ ലോഡ് കുറയ്ക്കണം. വൈറൽ ലോഡ് കുറയുമ്പോൾ അത് നമ്മൾ മറ്റൊരാൾക്ക് ഇൻഫെക്ഷൻ കൊടുക്കാനും നമുക്ക് അതിന്റെ സെക്കൻഡ് സ്റ്റേജിലോട്ട് നമ്മുടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്ന റേറ്റിലോട്ട് നമുക്ക് മാറാനുള്ള സാധ്യത കുറവാണ്. കാഷ്വലും അല്ലെങ്കിൽ മൾട്ടി പാർട്ണർ സെക്സ് യൂസ് പോകുമ്പോഴത്തേക്ക് നമ്മൾ കോണ്ടംസോ അല്ലെങ്കിൽ ഏതെങ്കിലും സുരക്ഷാ മാർഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നോൺ പെനിട്രേറ്റീവ് സെക്സും മാത്രമേ ഉള്ളൂ. പെനിട്രേറ്റീവ് സെക്സ് ആൻഡ് കോണ്ടംസ്, ഈ 2 കാര്യം മാത്രമാണ് HIV കേസിൽ നമുക്ക് സുരക്ഷിത മാർഗങ്ങൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. HIV പിടിപെട്ടാൽ നമുക്ക് അതിനൊരു കംപ്ലീറ്റ് ക്യൂർ ഇല്ല. ബട്ട് വി ഹാവ് ട്രീറ്റ്മെന്റ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് IDUസിന് വേണ്ടിയിട്ടുള്ള നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ച് ഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഓറലി ടാബ്ലറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവരെ പയ്യെ നമുക്ക് അഡിക്ഷനിലോട്ട് മാറാനുള്ള ഒരു നമുക്ക് പ്രോഗ്രാം ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് OST, ഓറൽ സബ്സ്റ്റിറ്റ്യൂഷൻ തെറാപ്പി. അതുപോലെ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സും ഗേ പോപ്പുലേഷനും നമ്മൾ മാക്സിമം സേഫ് സെക്സ് പ്രാക്ടീസ് ചെയ്യാനും അതിനുള്ള HIV കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഫീമെയിൽ സെക്സ് വർക്കേഴ്സും ഇതുപോലെ തന്നെ നമ്മൾ റിസ്ക് കുറയ്ക്കാനും മാക്സിമം എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മുടെ ഒരു എന്താ പറയുക ജോലി ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻകം കിട്ടുന്ന രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മൾ മേജർ ആയിട്ട് ചെയ്യുന്നത്. HIV കുറിച്ച് പെട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെയാണ് പറയാൻ പറ്റുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വി ക്യാൻ ക്ലാരിഫൈ. എന്തെങ്കിലും പറഞ്ഞതിൽ സംശയങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത് പറയാതെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ? I hope you understood what I was speaking. Alle, I was clear with my topic. Yes, ma'am. Does anybody have any questions? Vijayalakshmi ma'am, you can ask your question. You can open your mic and ask your question. Students, do you ask doubts? എന്തെങ്കിലും സംശയം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതും ചോദിക്കാം. ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. Ma'am, I have a question actually. I think I read something about a couple of people being cured of HIV. So how far away do you think we are from an actual cure? Okay. എവിടെയാ വായിച്ചത് എത്ര പേര് ക്യൂർ ചെയ്തു എന്നുള്ളത്? എനിക്ക് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ കുറച്ച് നാൾ മുമ്പ് അമേരിക്കയിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇതിന് പല one person, I guess. ഇത് പലരും സ്റ്റഡി ചെയ്യുന്നുണ്ട്.
പക്ഷെ ഇപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ അമേരിക്കയിലും നമ്മുടെ പല സ്റ്റഡീസ് ഉണ്ട്. ഇപ്പൊ ഹോമിയോയില് സ്റ്റഡീസ് നടക്കുന്നുണ്ട്, നമ്മുടെ ഹോമിയോ സ്ട്രീമില്. പിന്നെ നമ്മുടെ അമേരിക്കയിൽ കുറെ സ്റ്റഡി നടക്കുന്നുണ്ട്, ബ്രിട്ടനിൽ 1-2 സ്റ്റഡീസ് നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു സോളിഡ് ആയിട്ടുള്ള ഇതിന്റെ ആൻസർ കിട്ടിയിട്ടില്ല. ബേസിക്കലി വൈറസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ മറ്റ് അണുക്കളെ പോലെ അല്ല, വൈറസ് കീപ്സ് ഓൺ ചേഞ്ചിങ് ഇറ്റ്സ് ഷേപ്സ്. അത് കുറച്ച് പ്രോബ്ലം ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം മാനേജ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് വേറൊരു പൊസിഷനിലോട്ട് മാറുന്നൊരു സിറ്റുവേഷൻ ആണ്. അത്രയും ആ ഒരു ലെവലില് നമുക്ക് ഒന്ന് അവിടെയാണ് ഒരു പ്രോബ്ലം വരുന്നത്. രണ്ടാമത്തെ വരുന്നത് നമുക്ക് ഈ ഒരു ആളുടെ മേലെ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആണ് അടുത്ത ലെവലിലോട്ട് വരിക. ബിക്കോസ് HIV എന്ന് പറയുന്ന ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സർവൈവിങ് ഓൺലി ഓൺ ഹ്യൂമൻ ബീങ്സ്. അപ്പം ഇതിന്റെ ഒരു നമുക്ക് ചെയ്യണമെങ്കിൽ, നമുക്ക് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്യൂർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് ഓൺ ഹ്യൂമൻസ്. ഒന്ന്. തേർഡ് പോയിന്റ്, ഇതുവരെ നമ്മുടെ വൈറസിന് ഒരു ട്രീറ്റ്മെന്റും ഒരെണ്ണത്തിനും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ എല്ലാവർക്കും വാക്സിൻസ് മാത്രമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ വാക്സിൻസ് എന്ന് പറയുന്ന കണ്ടുപിടിക്കാൻ തന്നെയാണ് നമ്മൾ എപ്പോഴും ടൈം എടുക്കുന്നത്, ഇല്ലെങ്കിൽ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ക്യൂർ എന്ന രീതിയിൽ നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത് എനിക്കിപ്പം പറയാനുള്ളൊരു സിറ്റുവേഷനിലല്ല. ബട്ട് യെസ്, ഡെഫിനറ്റ്ലി അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ ART മരുന്നെന്ന് പറയുന്നത് നമ്മുടെ പല എൻസൈംസ് ആണ് നമുക്കൊരു വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മുടെ ആ വൈറസ് നമ്മുടെ ബോഡിയിലെ DNA യൂസ് ചെയ്തിട്ടാണ് അത് പെരുകി വൈറസ് ആയി മാറുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ മാറുന്ന സിറ്റുവേഷനിൽ അതിന് ആവശ്യപ്പെടുന്ന 3-4 എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഈ ART മരുന്ന് ചെയ്യുന്നത്. അപ്പം ഒരു ART മരുന്ന് ഒരു എൻസൈമിന് ബ്ലോക്ക് ചെയ്താൽ ആ ഒരു റോൾ അവിടെ നിൽക്കുമ്പോൾ അടുത്തൊരു വൈറസിലോട്ട് ഇത് മാറില്ല. ഇങ്ങനെ അപ്പൊ ഫസ്റ്റ് ഒരു എൻസൈമിൽ ബ്ലോക്ക് ചെയ്ത് വരുന്നു, കുറെ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ 1-2 എൻസൈംസ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ഉള്ളിലുള്ള വൈറസിനെ പെരുകി നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പം എത്രത്തോളം നമുക്ക് അതിനൊരു ക്യൂർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ല. ഐ തിങ്ക് ഐ ആം ക്ലിയർ. Thank you, ma'am. Okay, ma'am, some of the participants have posted a question. So first one is, what are the challenges of living with HIV/AIDS, both mentally and socially? Okay. Living with HIV/AIDS എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് തന്നെയാണ് ഇപ്പോഴും. ബട്ട് ഇറ്റ് ഹാസ് കം എ ലോങ് വേ ഫ്രം ദ സ്റ്റാർട്ടിങ് ടൈം. ആദ്യം നമ്മൾ പണ്ടത്തെ കേസസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ വെള്ളം ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു അവസ്ഥ, ആള് മരിച്ചാൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ ക്രിമേഷൻ വി വോണ്ട് ഡു പ്രോപ്പർലി, അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ഫാമിലി ഹാവ് സ്റ്റാർട്ടഡ് ആക്സെപ്റ്റിംഗ് ദം. നമുക്ക് അതിന് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ വി ഷുഡ് നോ വാട്ട് വി ആർ. ഇപ്പൊ നമുക്ക് ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ വി ഷുഡ് നോ വാട്ട് വി ഹാവ് ടു ഡു, അല്ലെ? ഡയബറ്റീസ് വന്നാൽ വി ഹാവ് ടു മാനേജ് അവർ ഡെയിലി ഷുഗർ ഇൻടേക്ക്, വി ഹാവ് ടു മാനേജ് അവർ ഹെൽത്ത്, വി ഹാവ് ടു മാനേജ് അവർ വെയിറ്റ്, വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഓഫ് സ്ലീപ്പ് പാറ്റേൺസ്. അപ്പൊ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഡയബറ്റീസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ HIV ബാധിച്ച ഒരാള് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം എപ്പോഴും ഈ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട സമയത്ത് തന്നെ കഴിക്കണം. എന്നുവെച്ചാൽ രാവിലെ 8 മണിക്ക് കഴിച്ചാൽ അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് തന്നെ കഴിക്കണം. രാത്രി ഉറക്കം ഒഴിവാക്കാൻ സാധിക്കില്ല. 3, വേറെ അസുഖമുള്ള ആൾക്കാരുടെ അടുത്ത് വല്ലാണ്ട് ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസസ് ആണെങ്കിൽ അതൊക്കെ ഇദ്ദേഹത്തിന് മറ്റേ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടെ നമ്മൾ ഒരു സോഷ്യലൈസിങ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫിസിക്കൽ സോഷ്യലൈസിങ് വരെ നമ്മൾ ഓക്കെയാണ്. പക്ഷെ അതിനപ്പുറത്ത് സെക്ഷൽ സോഷ്യലൈസിങ് നമുക്ക് അവിടെ അത്രയും പ്രാക്ടിക്കൽ ആവില്ല. അപ്പൊ അതിലൊക്കെ നമ്മൾ കെയർഫുൾ ആയിരിക്കാം. ഇതാവില്ല എന്ന് പറയുന്നത് എല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, പക്ഷെ അതിലൊക്കെ നമ്മൾ കെയർഫുൾ ആവണം. ഇതിനൊരു HIV ഇൻഫെക്ഷൻ ആയ ആൾക്ക് റീഇൻഫെക്ഷൻ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് പോസിറ്റീവ് ആയി, ഇനി എനിക്കൊന്നും നോക്കാനില്ല, ഞാൻ എന്തായാലും പോസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ ലൈഫ് സ്റ്റൈൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. HIV തന്നെ
രണ്ടോ മൂന്നോ സ്ട്രാൻഡ്സ് ഉണ്ട്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് HIV ഉണ്ട്. HIV1, HIV2 ഒക്കെ ഉണ്ട്. അപ്പം ഒരാൾക്ക് HIV1 കിട്ടിയ ഒരാൾക്ക് HIV2 കിട്ടിയാൽ അയാളുടെ ഒരു പെട്ടെന്നാണ് ഡിറ്റീരിയറേഷൻ ഉണ്ടാവുക. അപ്പം ആ HIV1 മാത്രമുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർ ആ ഒരു ലെവലിൽ മാനേജ് ചെയ്ത് പോയാൽ കുറച്ചും കൂടെ അവർക്ക് ഹെൽത്തി ലൈഫ് ജീവിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലി സപ്പോർട്ടും നമ്മുടെ പാർട്ട്നേഴ്സിനെ സപ്പോർട്ടും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൗൺസിലിംഗ് എല്ലാ മാസം ഇവർ ഇരട്ടി മരുന്ന് എടുക്കാൻ വരുമ്പോൾ ഗിവ് ദം പ്രോപ്പർ കൗൺസിലിംഗ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ we ask them to talk to us. അങ്ങനത്തെ ഒരു കൗൺസിലേഴ്സിന്റെ ഒരു ടീം നമുക്കുണ്ട്. അവരുടെ ഫാമിലിനെ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ പറ്റി പറഞ്ഞു കൊടുക്കും. ആൻഡ് ആ ഒരു സപ്പോർട്ട് നമുക്ക് ഇപ്പോഴത്തെ നിലവിൽ നമുക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ കുറച്ചു പേര് ഇപ്പോഴും നമ്മൾ പണ്ടത്തെ പോലെ തന്നെ വല്ല പിടുത്തമൊന്നും ഇല്ലാതെ ഇത് വന്നു എന്ന് അറിയാതെയും ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വീട്ടിൽ നിർത്തിയാൽ പ്രശ്നമാകും എന്നുള്ളൊരു സാഹചര്യമൊക്കെ ഉള്ളവരുണ്ട്. അങ്ങനെ വരുമ്പോൾ വി ഗിവ് ദം അനദർ ഓപ്പണിങ്സ്. എന്ന് വെച്ചാൽ ചിലർ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ അവർ ഹോസ്റ്റലിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് അവർ ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പം ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ചാലഞ്ചസ് എന്ന് പറയുന്ന ഒന്ന്, വി ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ് വി ആർ HIV പോസിറ്റീവ്, ബട്ട് ഐ ആം പോസിറ്റീവ്. അത് ഞാൻ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യാം. ഇല്ലാത്ത സാധനത്തിനെ പറ്റി വല്ലാണ്ട് ബോധരായ പ്രശ്നം ഇത് നമുക്ക് ആർക്കായാലും നോർമൽ ഹ്യൂമൻ ബീങ്സിനും അത് തന്നെയാണ് ബാധകം. ഇപ്പൊ എന്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ കുറച്ചൊരു ഒരു വെയിറ്റ് കൂടുതലുള്ള ഒരാളാണ്. ഞാൻ നാളെ വിചാരിക്കുകയാണോ എനിക്ക് അടുത്ത ദിവസം മുതൽ സുഷ്മിത സേന പോലെ മറ്റു മെലിഞ്ഞ് നല്ല മിടിക്കായിട്ട് നടക്കണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ ഫോർ മീ ഇഫ് ഐ ഡോണ്ട് ഡു മോർ എഫേർട്സ്. ഇനി എന്ത് എഫേർട്സ് എടുത്താലും ചിലപ്പോൾ അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. സോ ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം, വാട്ട് മൈ ക്വാളിറ്റീസ് ആൻഡ് വാട്ട് മൈ കപ്പാസിറ്റീസ് ആർ. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് നന്നായി സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ എപ്പോഴും നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് വെക്കുക. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ ലൈഫിനെ കട്ട് ഓഫ് ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പലരും ട്രാക്ക് ചെയ്ത് ഉള്ളിൽ കയറും, ഞാൻ പോസിറ്റീവ് ആണ്, ഇനി ഞാൻ ആരടുത്തും വേണ്ടൂല, ഇനി എനിക്ക് ഫ്രണ്ട്സ് അറിഞ്ഞാൽ എന്ത് പറയും, ഞാൻ എങ്ങനെ പോസിറ്റീവായി. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് വി ഷുഡ് ലിവ് എ വെരി നോർമൽ ആൻഡ് സേഫ് ലൈഫ്. ഓക്കെ, ക്ലിയർ ആണോ? ചോദിച്ച ആൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? Okay, ma'am. The next question is, how long does it take for HIV symptom to appear? Yeah, this is a very important question. ആക്ച്വലി നമുക്ക് അങ്ങനെ ഒരു കാലയളവ് നമുക്ക് ഇതിനകത്ത് പറയാനില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരാൾക്ക് ഇൻഫെക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് തന്നെ പനി ഉണ്ടാവോ, ജലദോഷം ഉണ്ടാവോ, വയറിളക്കം ഉണ്ടാവോ, കണ്ണ് ചുമക്കോ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷെ ഇത് നമുക്ക് അറിയണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ. നമ്മൾ 3 മാസം കഴിയുമ്പോൾ നമ്മൾ പോയി HIV ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഒരാള് HIV വാഹകനാണോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുള്ളൂ. സിംറ്റംസിനെ ബേസ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് HIV കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അവിടെയാണ് കേട്ടോ. അപ്പൊ അതാണ് ഇതിന് ഏറ്റവും പ്രോബ്ലമാറ്റിക് ഉള്ള സിറ്റുവേഷൻ ഇപ്പോഴും. ബിക്കോസ് വി കനോട്ട് നോ ടിൽ 3 months that we are positive. അപ്പൊ അങ്ങനെ പെട്ടെന്നൊരു കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ചില നമ്മൾ വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ ചിലപ്പോൾ നമുക്ക് വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ പനി ഉണ്ടാവാറുണ്ട്, നമുക്ക് ചിലപ്പോൾ ജലദോഷം ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ തലവേദന ഉണ്ടാവാറുണ്ട്. ബട്ട് അതൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഉണ്ടാവാം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതൊരു HIV സിംറ്റം ആണ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ആ സമയത്ത് സാധിക്കില്ല. ബിക്കോസ് നമുക്ക് എങ്ങനെ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മൾ ടെസ്റ്റ് ചെയ്താൽ വി വിൽ ബി നെഗറ്റീവ്. 3 മാസം എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റൂ. ഈ നെഗറ്റീവ് ആണ് അല്ലയോ എന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ പാർട്ട്ണർ പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് കൂടെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാർട്ട്ണർ ഇസ് നെഗറ്റീവ്, അതിന് മുന്നേ ഈ ഒരു 3 മാസം കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് വേറൊരു ആളായിട്ട് റിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പുറത്ത് നെഗറ്റീവ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുപോലെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന നീഡിൽ യൂസ് ചെയ്യുന്ന ആള് അയാൾ നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ അയാൾ ടെസ്റ്റ് ചെയ്യുന്ന ആളാണ്, അയാൾ വേറൊരാളായിട്ട് ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ വി കനോട്ട് കംപ്ലീറ്റ്ലി സേ. അതാണ് ഇതിന്റെ വേറൊരു കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What strategy should be considered for an HIV vaccine? അതിന്റെ ആൻസർ പറയാനുള്ള ആള് ഞാനല്ല.
താങ്ക് യു. അത് കുറച്ചുകൂടെ Okay. സയന്റിഫിക് സാധനമാണ്. സോ ഐ വോണ്ട് ഗോ ഇൻടു ഇറ്റ്. We have two more questions. The first one is, can the HIV virus live outside the body? ഔട്ട്സൈഡ് ദ ബോഡി സർവൈവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ മാത്രമേ ഇത് സർവൈവ് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് എത്ര കാലത്തോളം ഫ്ലോട്ട് ചെയ്യാതെ പുറത്തുണ്ടോ അത്ര കാലം അതിനകത്ത് സർവൈവ് ചെയ്യാം. ഐസൊലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലല്ലാതെ ഐസൊലേറ്റ് ചെയ്ത ഒരു അവസ്ഥയിൽ ഇത് ലെസ് ദാൻ ആൻഡ് ഹാഫ് എ മിനിറ്റ് ആണ് ഇതിന് സർവൈവൽ റേറ്റ്. അപ്പം അതുകൊണ്ട് നമ്മൾ പുറത്ത് ഇപ്പം ഇപ്പൊ കൊറോണ പറയുന്ന പോലെ 5 മണിക്കൂർ നമ്മൾ സർഫേസിൽ ഉണ്ടാകാം, നമ്മളെപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ തുടച്ചിടണം, മറ്റു സാധനങ്ങളൊക്കെ, അതൊന്നും HIV കേസ് നമുക്ക് വല്ലാണ്ട് ബാധകമല്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഈസ് HIV AIDS the same thing, right? Okay. Yes, ma'am. That's the last question. ഓക്കെ, അപ്പൊ HIV AIDS രണ്ടാണ്. ഒന്ന് HIV എന്ന് പറയുന്ന ഒരു അണുവാണ്, AIDS എന്ന് പറയുന്ന രോഗാവസ്ഥയാണ്. HIV ഫുൾ ഫോം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം ആണ് എക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇല്ല, പക്ഷെ നമ്മൾ പുറമേ നിന്ന് ആർജിച്ചെടുത്തതാണ് എക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എക്വയർഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സിൻഡ്രോംസ് ഇല്ലെങ്കിൽ അസുഖത്തിന്റെ സമുച്ചയം, അതിനാണ് നമ്മൾ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എയ്ഡ്സിന്റെ പോസിറ്റീവ് ഫാക്ടർ ആണ് HIV. HIV is the positive virus of AIDS എന്ന് പറയുന്ന അസുഖം. ഓക്കെ, Okay, ma'am. Thank you. any other questions? വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ 2 വാക്കും കൂടെ ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ബ്ലഡ് ഡൊണേഷൻ. ഓക്കെ, അപ്പൊ HIV ബാധിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ HIV കിട്ടാൻ സാധ്യത എന്ന് പറയുന്ന ബ്ലഡ് ബാങ്ക് വഴിയുള്ള രക്തം സ്വീകരിക്കുമ്പോഴാണ്. പക്ഷെ ബ്ലഡ് ബാങ്ക് വഴി രക്തം സ്വീകരിക്കുമ്പോഴും ഈ വിൻഡോ പീരിയഡിലാണ് അദ്ദേഹം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടാവുക എങ്കിൽ നമുക്ക് എല്ലാവർക്കും HIV കിട്ടാൻ സാധ്യതയുണ്ട്. സോ we can get HIV even if the blood is donated by non-high risk practicing person. അതുകൊണ്ട് നമ്മൾ whoever is not practicing any kind of risk should donate blood voluntarily. അതാണ് ഇമ്പോർട്ടൻറ്റ്. ചില റെയർ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്, ബ്ലഡ് നമുക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, വേറൊരാൾക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കില്ല. രക്തത്തിന് പകരം രക്തം തന്നെ വേണം. അപ്പൊ നമുക്ക് ചില റെയർ ഗ്രൂപ്പ് ബ്ലഡ്സ് ഉണ്ട്. അപ്പൊ ആ റെയർ ഗ്രൂപ്പ് ബ്ലഡ്സ് ഉള്ള ആൾക്കാര് നമ്മൾ വോളണ്ടറി 3 മാസം കൂടുമ്പോൾ ഇല്ല 6 മാസം കൂടുമ്പോൾ നമ്മൾ അത് ഡൊണേറ്റ് ചെയ്യുന്നത് നമുക്കും നല്ലതാണ്. എന്ന് വെച്ചാൽ അത് വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. നമ്മുടെ ബോഡിയിലെ ഈ ബ്ലഡ് സെൽസ് 3 മാസം കഴിയുമ്പോൾ റീജുവിനേറ്റ് ചെയ്യും. നോർമലി ആ സെൽസ് മരിക്കും, പുതിയ സെൽസ് ഉണ്ടാകും. ഈ ഒരു പ്രോസസ് എന്തായാലും നടക്കുന്നുണ്ട്. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാം തിരിച്ച് നമുക്ക് റിട്രൈവ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഒരു കുപ്പി രക്തം കൊടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ ഫുൾ റിട്രൈവ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആക്ച്വലി നഷ്ടമൊന്നുമില്ല, ഗുണം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളിത് ചെയ്യാതിരുന്നാൽ എന്താ കാര്യം? നമ്മൾ ഈ പറയുന്ന രക്തം കൊടുക്കുന്ന പല ആൾക്കാര് രക്തം വിറ്റ് ജീവിക്കുന്നവരുമുണ്ട്. അപ്പം ഇതിന്റെ ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ പറയാറുള്ളത്, ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ആ സമയത്ത് 2000 നമുക്ക് പുറത്ത് HIV ടെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അപ്പൊ അന്നൊരു റെയർ ഗ്രൂപ്പിൽ പെടുന്ന നെഗറ്റീവ് റെയർ ഗ്രൂപ്പിൽ പെടുന്ന ഒരാള് ഒരു ഡോണർ ആയിരുന്നു. അയാൾ എന്നും ഈ ലാബിന് പുറത്ത് വന്നിരിക്കും. എന്നിട്ട് ആര് നെഗറ്റീവ് ചോദിച്ചാലും ഒരു 200 അല്ലെങ്കിൽ 300 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇയാൾ ഒരു കുപ്പി രക്തം കൊടുക്കും. അതിന് ഒരു ഫ്രീക്വൻസി ഇല്ല കേട്ടോ, 3 മാസം കഴിയുമ്പോൾ കൊടുക്കണം, അങ്ങനെ ഒരു ഫ്രീക്വൻസി ഇല്ല. ഇയാള് ആ ഒരു ലെവലിലൊന്നുമല്ല, ഇയാൾ ജീവിക്കുന്നത് ഈ രക്തം ഡൊണേറ്റ് ചെയ്തിട്ടാണ്. ഇത് അങ്ങനെ വരുന്ന സമയത്ത് ഈ HIV ടെസ്റ്റിങ്ങിന്റെ കിറ്റ് പുറത്തേക്ക് അവൈലബിൾ ആയപ്പോൾ ഇയാളെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ടേൺഡ് ഔട്ട് ടു ബി പോസിറ്റീവ്.
അപ്പം ആൾ എത്ര നാൾ കൊണ്ട് എത്ര ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊന്നും ആൾ അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ അയാളുടെ ജീവിത മാർഗം അതാണ്. അപ്പൊ അത് അതിനാണ് അയാൾ ചെയ്യേണ്ടി വന്നത്. നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് അവൈലബിൾ ആയിട്ടുള്ള സാധാരണ ആൾക്കാർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാത്ത കാരണം. ഇപ്പൊ ബ്ലഡ് ബാങ്കിൽ നെഗറ്റീവ് ബ്ലഡ് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ബ്ലഡിന്റെ ആവശ്യം വരില്ലായിരുന്നു. അപ്പൊ നമ്മൾ ബ്ലഡ് ബാങ്കിന് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് നമ്മുടെ ഓരോ യൂത്ത്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ ബി വെരി കെയർഫുൾ വെൻ യു ഡൊണേറ്റ്. നമ്മൾ അതിനുള്ള ഹെൽത്ത് നമ്മൾ ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് അതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും നമുക്ക് ഇല്ലാന്ന് എൻഷുർ ചെയ്യണം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സെക്ഷൽ റിസ്കോ ഇല്ലെങ്കിൽ ഇഞ്ചക്ഷന്റെ റിസ്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ HIV കിട്ടാനുള്ള റിസ്ക് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങൾ കൊണ്ടുപോയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യരുത്. അല്ലാത്ത ആൾക്കാരെ കൊണ്ട് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ എപ്പോഴും നമ്മൾ പറയുകയും ചെയ്യണം. അപ്പൊ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാൻ സേവ് പീപ്പിൾ. ഓക്കെ, ഇതുകൂടെ പറയാനാണ് എനിക്കുണ്ടായിരുന്നത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്, അതർവൈസ് വി ക്യാൻ ക്ലോസ്. Thank you, ma'am. Do any of the participants have any more doubts? Right. If nobody has any more doubts, I'll conclude the session. Participants, please wait. After the session is concluded, I will share a feedback form in the chat box. After filling that form, you will get your certificates. So I'd like to begin by thanking Ms. Savita ma'am for sharing her valuable time with us and giving us all this information and enlightening us about the safety measures that we can practice to avoid AIDS. And I'd also like to thank our principal, Dr. Raghunathan sir, for giving us this opportunity to host this webinar, and the vice principal, Sindhu Soman, and our coordinator, Advocate Anna John. And of course, all the participants, thank you for gracing us with your presence. Okay, thank you. വെർച്വൽ മീഡിയയിലെ കാരണം നിങ്ങൾ ആരെയും കാണാൻ സാധിച്ചില്ല. പക്ഷെ എന്നാലും അടുത്ത തന്നെ നമുക്ക് ഇതൊക്കെ കഴിയുമ്പോൾ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങൾ HIV ഫീൽഡിൽ ചെയ്യാൻ പറ്റുന്ന സഹായിക്കുകയും ചെയ്യാം. താങ്ക് യു. The feedback form has been posted. Thank you.